ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടി ദൈവത്തെ വിളിക്കുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും വീണ്ടും വരുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ശുശ്രൂഷയുടെ തുടർച്ചയായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്ന് വചനം കേൾക്കുവാനായി തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അടിയനിതാ താഴ്ത്തി തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ നടത്തിപ്പും കാവലും ഉണ്ടാകണമേ. വചനം കേട്ട് കർത്താവെ അവർ ദൈവസന്നിധിയിൽ അങ്ങയെ കൂടുതൽ മനസ്സിലാക്കി ജീവിപ്പാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം. സകലതും അടിയങ്ങൾക്കായി ജീവൻ വെടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് ഗോഡ്സ് കെയർ ഫോർ ഹിസ് ചിൽഡ്രൻ. ദൈവം തൻ്റെ മക്കളെ പരിപാലിക്കുന്നു. ദൈവത്തിൻ്റെ പരിപാലനമെന്ന് പറയുന്നത് ഓരോ ദിവസവും നാം ഓരോരുത്തരും ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു എന്നതിനെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രം വലുതാകുന്നു എന്നതിനെക്കുറിച്ചുമാണ് ചിന്തിക്കുവാൻ പോകുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും യാചനയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയും നിങ്ങൾ ക്രിസ്തുയേശുവിൽ കാക്കപ്പെടുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും നാം വിചാരപ്പെടുവാൻ പാടുള്ളതല്ല. ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ടായാൽ, ജീവിതത്തിൽ കഷ്ടതയുണ്ടായാൽ നാം ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാ കാര്യങ്ങളും ദൈവത്തെ അറിയിക്കണം. എങ്ങനെയാണ് അറിയിക്കേണ്ടത്? പ്രാർത്ഥനയാലും യാചനയാലും നാം ദൈവത്തെ അറിയിക്കണം. നമ്മുടെ അപേക്ഷ അത് സ്തോത്രത്തോടു കൂടിയായിരിക്കണം ദൈവത്തെ അറിയിക്കേണ്ടത്. അങ്ങനെ നാം നമ്മുടെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയും. നമുക്ക് ദൈവികമാകുന്നതായ അനുഗ്രഹമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൈനംദിനമുള്ളതായ സംരക്ഷണമാണ്. ആ സംരക്ഷണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിപ്പാൻ വേണ്ടി നാം ദൈവത്തോട് ഓരോ ദിവസവും പരിപാലനം ആവശ്യപ്പെടേണ്ടതാകുന്നു. അവനിൽ നാം ശരണപ്പെടുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ കരങ്ങളിൽ കാത്തുപരിപാലിക്കും. ആ ദൈവം നമ്മെ പരിപാലിക്കുന്നതിന് വ്യത്യസ്തമാകുന്ന ചില കാര്യങ്ങൾ ഇന്ന് നാം ചിന്തിക്കുവാൻ പോവുകയാണ്. എപ്രകാരമാണ് നമ്മുടെ ദൈവം പരിപാലിക്കുന്നത്? ഒന്നാമതായി, നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവം. നമ്മുടെ ദൈവം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ദൈവമാണ്, ഗോഡ് ഓഫ് ലവ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു: എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സർവ്വതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നറിയുന്നു. നമ്മെ എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നിർണയപ്രകാരമാണ്. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കണം. അത് എങ്ങനെയുള്ളവർക്കാണെന്നാണ് പറഞ്ഞത്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അത് നമുക്ക് ഓരോരുത്തർക്കും നിർവ്യാജമായി നൽകുന്നതാണ്. നാം വിളിക്കപ്പെട്ടവരാണ്, നാം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നാം ദൈവത്തിൻ്റെ കരങ്ങളിലാണ് എന്നുള്ള ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ ദൈവിക സ്നേഹമെന്ന് പറയുന്നത് നാം ദൈവത്തെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ സഹജീവികളോട് നമ്മുടെ സ്നേഹം പങ്കിടുകയും ചെയ്യണം. സഹജീവികളോടുള്ളതായ നമ്മുടെ മനോഭാവമാണ് പരസ്പര സ്നേഹത്തിൻ്റെയും പ്രതിരൂപമായി മാറുവാൻ ഉള്ള അനുഭവം. നാം നമ്മുടെ അനുഭവത്തിൽ കൂടി ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. എപ്പോഴും സഹജീവിയെ സ്നേഹിക്കുന്ന ഒരു
വ്യക്തിയായി ഞാനും നിങ്ങളും മാറണം. സങ്കീർത്തനക്കാരൻ പറയുന്നു 103 അതിൻ്റെ 13 വാക്യം, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നും. നാം ദൈവമക്കളാണ് എന്നും ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് എന്നും ദൈവത്തിൻ്റെ കരുതലിലാണ് എന്നും നമുക്ക് തോന്നുമ്പോൾ ഒരപ്പൻ മക്കളെ സ്നേഹിക്കുന്നത് പോലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കും. നമുക്ക് പലപ്പോഴും ദൈവിക സ്നേഹം, അതിൻ്റെ ആഴം തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. നാം ദൈവിക സ്നേഹത്തിൽ ആയിരിക്കുന്നു എന്ന് പറയുമ്പോഴും ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രം ആഴത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു, റോമർ 8:35 വാക്യം, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? അതിനുശേഷം പറയുകയാണ് തുടർന്ന്, കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ. 37 വാക്യം പറയുന്നു, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിനൊക്കെയും പൂർണ്ണമായ ജയം പ്രാപിക്കുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റി നിർത്തുന്നത് വ്യക്തിപരമായ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. എപ്രകാരമാണ്? കഷ്ടതയാണോ, സങ്കടമാണോ, ഉപദ്രവമാണോ, പട്ടിണിയാണോ, നഗ്നതയാണോ, ആപത്താണോ? ഏതാണ് നിങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത്? ഇവിടെ പറയുകയാണ്, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിൽ നിന്നൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവം പൂർണ്ണമായും നിങ്ങളെ വഹിക്കുന്ന, കരുതുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് അപ്പോസ്തലൻ നമ്മെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തുകയാണ്. നമ്മെ എപ്പോഴും കരുതുന്ന ഒരു ദൈവമാണ്, നമ്മെ കാവൽ ചെയ്യുന്ന ദൈവമാണ്, നമ്മെ പരിപാലിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചറിയണം. 1 യോഹന്നാൻ 1:9 വാക്യം പറയുമ്പോൾ അവിടെ പറയുന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. എന്താണ് നാം ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, നമ്മെ സ്നേഹിക്കണമെങ്കിൽ, നമ്മെ കരുതണമെങ്കിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക. നമ്മുടെ പാപങ്ങളെ അവൻ ക്ഷമിച്ചു തരും. നമ്മുടെ ജീവിതത്തിൽ സകല അനീതിയും പോക്കുന്ന അനുഭവം. ഇതിനൊക്കെയും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റുപറച്ചിലുകളാണ്. നമ്മുടെ കുറവുകൾ എന്തേ എന്ന് ശോധന ചെയ്യുക, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക. നമുക്ക് മാത്രമല്ല, ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ കഴിയുന്ന എല്ലാവർക്കും ദൈവം അപ്രകാരം അനുഗ്രഹങ്ങളെ കൊണ്ട് നിറയ്ക്കും. നാം ഓരോ ദിവസവും ദൈവിക അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിനൊരു വഴികാട്ടിയായി മാറുവാനിടയായി തീരും. 1 യോഹന്നാൻ 4:10 വാക്യം പ്രകാരം പറയുന്നു, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി നൽകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് വരുന്ന മനുഷ്യരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി അയക്കുവാൻ തക്കവണ്ണം പിതാവായ ദൈവം നമ്മെ എത്രമാത്രം ആഴത്തിൽ സ്നേഹിച്ചിരിക്കുന്നു എന്ന് ഞാനും നിങ്ങളും മറന്നു പോകരുത്. നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ വഴിയിൽ ജീവിപ്പാൻ വേണ്ടി ദൈവം ഓരോ ദിവസവും നമ്മെ മാടി വിളിക്കുകയാണ്. വേദപുസ്തകം മറ്റൊരു ഭാഗം പറയുന്നു, ഇതാ അവൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. അത്രമാത്രം സ്നേഹത്തോടു കൂടി നമ്മെ കരുതുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ട് ആവർത്തന പുസ്തകം വീണ്ടും നമുക്ക് ഒരു മാതൃക പറയുകയാണ്. 7:9 വാക്യം, ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ തന്നെ, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. ഒന്നുകൂടെ ഞാൻ വായിക്കാം. ആകയാൽ നിന്റെ ദൈവമായ യഹോവയെ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവമെന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച് തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ
ദയയും നീതിയും പാലിക്കും. ഇന്ന് നാം അനുഭവിക്കുന്നതായ ഈ സന്തോഷം, ഇന്ന് നാം അനുഭവിക്കുന്നതായ ഈ അനുഗ്രഹം, ഇന്ന് നാം അനുഭവിക്കുന്നതായ എല്ലാ അനുഗ്രഹങ്ങളും അത് ദൈവം നമുക്ക് നൽകുന്നത് തലമുറകൾക്ക് മുൻപേ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ദൈവത്തിൻ്റെ വഴിയിൽ ജീവിക്കുകയും ദൈവിക കൽപ്പനകൾ അനുസരിക്കുകയും ദൈവത്തോട് ചെയ്തതായ ആ വലിയ സന്ധിയുടെ അനുഗ്രഹങ്ങളാണ്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന് നൽകിയിരിക്കുന്നതായ അനുഗ്രഹമാണ് ഇന്ന് ഞാനും നിങ്ങളും നൽകിയിരിക്കുന്നത്, ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ സംരക്ഷണം, ഗോഡ്സ് പ്രൊട്ടക്ഷൻ. ദൈവത്തിൻ്റെ സംരക്ഷണം ഇപ്രകാരമാണ്. നഹൂമിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവുമാകുന്നു, തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ഓർക്കണം, നമ്മുടെ ദൈവം എത്ര സ്നേഹനിധിയാകുന്ന ദൈവമാണ്. അവൻ നമ്മെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും കഷ്ടദിവസത്തിൽ ശരണമായി നമുക്ക് ആശ്രയിക്കുവാൻ തക്കവണ്ണം ശാശ്വതമായ ഒരു പാറയായി നമ്മളോടൊപ്പം ഉണ്ട് എന്ന് കാണുവാൻ സാധ്യമാകും. പുറപ്പാട് പുസ്തകം 14:14 പറയുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. നാം ചെയ്യേണ്ടതൊന്നു മാത്രമാണ്, ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിക്കുക, ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. നമുക്ക് ആശ്രയിപ്പാൻ ഈ ലോകത്തിൽ മറ്റൊരു ശക്തിയുമില്ല, നമുക്ക് ഈ ലോകത്തിൽ മറ്റൊരു ദൈവങ്ങളുമില്ല. ഇന്ന് പലപ്പോഴും മനുഷ്യൻ അവൻ്റെ സ്വയ ആവശ്യങ്ങളെ അല്ലെങ്കിൽ അവൻ്റെ വ്യക്തി ജീവിതത്തെ സംരക്ഷിക്കപ്പെടേണ്ടതിന്, അവൻ്റെ ദൈനംദിന ആവശ്യങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതിന് ദൈവങ്ങളെ അന്വേഷിച്ച് നടക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നിന്നാണ് എനിക്ക് ആശ്രയം ലഭിക്കുന്നത്? എവിടെ നിന്നാണ് എൻ്റെ പ്രതികൂലങ്ങളെ നീക്കിക്കിട്ടുന്നത്? ആരാണ് എന്നെ സംരക്ഷിക്കുവാൻ കഴിവുള്ളതായ ദൈവം എന്ന് പലപ്പോഴും ചിന്തിക്കുകയാണ്. എന്നാൽ വേദപുസ്തകം പറയുകയാണ്, സങ്കീർത്തനം 34:19, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ഞാനും നിങ്ങളും ഓർത്തിരിക്കേണ്ടത് ഒരേ ഒരു കാര്യമാണ്, നമ്മുടെ അനർത്ഥങ്ങൾ അസംഖ്യമാണെങ്കിൽ പോലും നാം ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിക്കണം. നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് അറുതി ഉണ്ടാകാൻ, നിങ്ങളുടെ പ്രതികൂലങ്ങൾക്ക് ഒരറുതി ഉണ്ടാകുവാൻ, നിങ്ങളുടെ ദുഃഖങ്ങൾക്ക് ഒരറുതി ഉണ്ടാകുവാൻ, നിങ്ങളുടെ കഷ്ടതകൾക്ക് ഒരറുതി ഉണ്ടാകുവാൻ, എല്ലാറ്റിനും ആശ്വാസദായകനായ അരുമരക്ഷകനായ കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദൈവമായ യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരിക മാത്രം ചെയ്യണം. അപ്രകാരം നാം ചെയ്യുമ്പോൾ ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ കരങ്ങളിലെടുത്തുപയോഗിക്കും. ദൈവത്തിൻ്റെ ആ കരുതൽ എത്രമാത്രമെന്ന് ഞാനും നിങ്ങളും ദൈനംദിന ജീവിതത്തിൽ രുചിച്ചറിയേണ്ട അനുഭവമുണ്ട്. ദൈവത്തിൻ്റെ കരുതലിൻ കീഴിലാണ് നാം ഓരോ ദിവസവും ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, സങ്കീർത്തനം 46:1 വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് ചോദിക്കുവാനുള്ളത് അതുതന്നെയാണ്. ദൈവം നിങ്ങളുടെ സങ്കേതമാണോ? ദൈവം നിങ്ങളുടെ ബലമാകുന്നുവോ? നിങ്ങളുടെ കഷ്ടങ്ങളിൽ, നിങ്ങളുടെ പ്രയാസങ്ങളിൽ നിങ്ങൾ ദൈവത്തിലേക്ക് പൂർണ്ണമായും നിങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിച്ചിട്ടുണ്ടോ? നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും നാം പല വ്യക്തികളെയും, പല ആളുകളെയും, പല ദൈവങ്ങളെയും അന്വേഷിച്ചുകൊണ്ട് പലയിടങ്ങളിലേക്ക് കടന്നു പോകുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. ഇന്നത്തെ പൊതുസമൂഹം അപ്രകാരമാണ്. എവിടെ നിന്നാണ് ലഭിക്കുന്നത് തൻ്റെ പ്രതികൂലങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു വിരാമമുണ്ടാകുന്നത് എന്നോർത്ത് നട്ടം തിരിയുന്നതായി നമുക്ക് കാണുവാൻ സാധ്യമാകും. എന്നാൽ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ ദൈവത്തിലേക്ക് തിരിയണം. നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരായിരിക്കണം.
യെശയ്യാവ് 41:10 വാക്യം ഇപ്രകാരം പറയുന്നു. യെശയ്യാവ് 41:10. നാം എല്ലാവരും ഓർത്തിരിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് ആവർത്തിച്ച് നിങ്ങൾ മനസ്സിലാക്കണം. അതെന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പ്രിയ സഹോദര സഹോദരി, ഓർത്തിരിക്കണം, നമ്മുടെ ദൈവം എപ്രകാരമുള്ളതായ ദൈവമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്റെ പ്രതികൂലങ്ങളിൽ, നിന്റെ കഷ്ടതയിൽ, നിന്റെ കണ്ണുനീരിൽ, നിന്റെ വീഴ്ചയിൽ ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ എപ്പോഴും കൂടെയുണ്ടാകും. തുടർന്ന് പറയുകയാണ്, നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ എപ്രകാരം ജീവിക്കും, ഞാൻ എങ്ങനെ ഇതിനൊരു പരിഹാരം കണ്ടെത്തും, എൻ്റെ പ്രതികൂലങ്ങൾക്ക് ഞാൻ എങ്ങനെ പരിഹാരം കണ്ടെത്തും, എൻ്റെ രോഗത്തിന് എങ്ങനെ ഒരു പരിഹാരം കണ്ടെത്തും. ദൈവത്തിൽ പൂർണ്ണമായും സമർപ്പിക്കുക. ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവമാണ്. പ്രിയ സഹോദര സഹോദരി, ഓർത്തിരിക്കുക, നീ ദൈവകരങ്ങളിൽ നിന്നെ സമർപ്പിക്കുവാനായിട്ട്, ദൈവകരങ്ങളിൽ പിടിക്കുവാനായിട്ട് നിനക്ക് മനസ്സുണ്ടോ? എന്നെ ശക്തീകരിക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് അപ്പോസ്തലനായ പൗലോസിനെ സാക്ഷീകരിക്കുവാൻ സാധ്യമായിട്ടുണ്ടെങ്കിൽ എനിക്കും നിങ്ങൾക്കും അപ്രകാരം സാധ്യമാകും. കാരണം കർത്താവിൻ്റെ കരം, ദൈവത്തിൻ്റെ കരം നിൻ്റെ മേലുണ്ട്. നിന്നെ നീതിയുടെ പാതകളിൽ നടത്തുവാൻ നിനക്ക് താങ്ങും തണലുമായി നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ നീതിയുള്ള വരങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ നാളുകളിൽ നമ്മെല്ലാവരെയും നയിക്കുന്നതായ ദൈവത്തിൻ്റെ കരം അതെത്രമാത്രം ശക്തിയുടെ കരമാണെന്ന് മനസ്സിലാക്കണം. സങ്കീർത്തനം 121:7-8 വാക്യങ്ങൾ പറയുമ്പോൾ, യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. പ്രിയ സ്നേഹിത, ഓർത്തിരിക്കുക, ദൈവം എത്രമാത്രം പരിപാലനത്തിൻ്റെ ദൈവമാണ്. ദൈവം നമ്മെ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കും. അവൻ തൻ്റെ പ്രാണനെ പരിപാലിക്കുമെന്ന് വ്യക്തമായിട്ട് നമ്മളെ ഓരോരുത്തരെയും അറിയിക്കുകയാണ്. യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. മൂന്നാമതായിട്ട് നമുക്ക് ചിന്തിക്കാം, ദ ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദൈവം. നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ഇന്നത്തെ ലോകത്തിലേക്ക് നാം ഒന്ന് നോക്കുക. നമ്മുടെ ലോകം പ്രത്യേകിച്ച് കാലഘട്ടത്തിൻ്റെ അതിക്രമങ്ങളാൽ നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് അസഹിഷ്ണുത കൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു, ശത്രുത കൊണ്ട് മനുഷ്യൻ ജീവിക്കുന്നു, സ്നേഹമില്ലായ്മയുടെയും മനുഷ്യൻ സ്വസ്നേഹികളായിട്ട് നാടകീയമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നത്. മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയുന്നില്ല. ഇന്ന് സ്വഭവനങ്ങളിൽ സമാധാനമില്ല, പൊതുസമൂഹത്തിൽ സമാധാനമില്ല, കൂടി വരുന്ന സഭകളിൽ സമാധാനമില്ല. എന്താണ് കാരണം? നാം ദൈവത്തിൽ പൂർണ്ണമായിട്ടും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. നാം പൂർണ്ണമായിട്ടും ദൈവത്തിൽ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. നമുക്ക് നോക്കാം, 2 തെസ്സലോനിക്കർ 3-6 വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണമെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ക്രമം കെട്ട് നടക്കുന്നവര്, ദൈവത്തെ സ്നേഹിക്കാത്തവരെ, ദൈവകൽപ്പന അനുസരിക്കാത്തവരെ, അത് നമ്മുടെ പ്രിയപ്പെട്ടവരായിക്കൊള്ളട്ടെ, നമ്മുടെ സഹപ്രവർത്തകരായിക്കൊള്ളട്ടെ, അയൽവാസികളായിക്കൊള്ളട്ടെ, അവനോടൊരകലം പാലിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവൻ മറ്റുള്ളവരെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന പ്രവർത്തികളുള്ളവരായിരിക്കും. ആയതുകൊണ്ട് ഞാനും നിങ്ങളും ഓർത്തിരിക്കണം, നമ്മുടെ പ്രവർത്തികൾ ദൈവത്തിന് ഹിതമാവണ്ണം, ദൈവസ്നേഹത്തിന് ഹിതമാവണ്ണമായിരിക്കണം. സദൃശവാക്യം 16:3 പറയുന്നു, നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക, എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും. നിന്റെ പ്രവർത്തികൾ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നവനായിരിക്കണം. അപ്പോൾ മാത്രമേ നിന്റെ ഉദ്ദേശങ്ങൾക്ക് സാധ്യത ഉണ്ടാകുകയുള്ളൂ. അതിൻ്റെ 7 വാക്യം പറയുകയാണ്, ഒരുത്തൻ്റെ വഴി യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കും. ദൈവം
നമ്മെ ഓരോരുത്തരെയും ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന അനുഭവം ഉണ്ടാകും. എങ്ങനെയാണ്? നാം ദൈവത്തിൻ്റെ വഴികളിൽ നേരായി നടക്കുകയാണെങ്കിൽ നമ്മുടെ ശത്രുക്കളെ പോലും ഇണക്കുന്ന ഒരു അനുഭവമായി തീരുന്നു. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ കരുതൽ എനിക്കും നിങ്ങൾക്കും ഉണ്ട് പ്രിയമുള്ളവരെ. യെശയ്യാവ് 26:3 വാക്യം പറയുന്നു, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുക. ദൈവം ഈ നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, കരുതലിൽ, സംരക്ഷണത്തിൽ പരിപാലിക്കുകയാണ്. ക്രിസ്തു പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, യോഹന്നാൻ 14:27, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്ന സമാധാനമല്ല ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നത്. പ്രിയമുള്ളവരെ, നമ്മെ സമാധാനത്തിൽ കാക്കുവാനായിട്ട്, നമ്മെ സ്നേഹത്തിൽ കാക്കുവാനായിട്ട്, നമ്മുടെ രോഗാവസ്ഥയിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ, നമ്മുടെ കഷ്ടതയിൽ, കണ്ണുനീരിൽ താങ്ങും തണലുമായിട്ട് നമ്മുടെ ദൈവമുണ്ട്. അതാണ് സംരക്ഷണത്തിൻ്റെ ദൈവമെന്ന് ഞാനും നിങ്ങൾ പറയേണ്ടത്. എങ്ങനെയാണ് ഞാനും നിങ്ങളും ദൈവത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്? ഓരോ ദിവസവും നമ്മുടെ ദൈവം നമ്മുടെ അനുഭവമായി മാറണം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ കരം അത് നയിക്കപ്പെടുന്നത് ആ കരമായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. സഹോദരന്മാരെ, നാം എപ്രകാരമായിരിക്കണമെന്ന് ഞാനും നിങ്ങളും തീരുമാനിക്കണം. എൻ്റെയും നിങ്ങളുടെ ലക്ഷ്യം ദൈവത്തിൽ പൂർണ്ണമായ ആശ്രയമാണ്. ആ ആശ്രയം ദൈവത്തിൽ നാം സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും, ഓരോ നിമിഷവും നാം ദൈവകരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുകയാണ് എങ്കിൽ അനുഗ്രഹപൂർണമായ, സന്തോഷകരമായ ഒരു നല്ല ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമായി തീരും. ആയതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്, ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്, ഞാൻ ശക്തീകരിക്കുന്ന, ഞാൻ സഹായിക്കുന്ന ദൈവമാണ്. ഞാൻ എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് നിങ്ങളെ താങ്ങി നടത്തും. ആ താങ്ങി നടത്തുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിപ്പാൻ സർവശക്തൻ ഇട നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ, ഞങ്ങളുടെ പ്രതികൂലങ്ങളിൽ, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ, ലാഭത്തിൽ, അപകടത്തിൽ അങ്ങയുടെ കരം ഞങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ. ഇവയിൽ നിന്നൊക്കെയും വിടുതലുള്ളവരായി, ദൈവം നൽകുന്ന ആയുസിൻ്റെ അന്ത്യത്തോളം വിശ്വസ്തരായി, സത്യസന്ധരായി, സമർപ്പണമുള്ളവരായി, ദൈവഹിതത്തിനനുസൃതമായി ജീവിപ്പാൻ സ്വർഗമിടയാക്കണം. നന്മകളും കൃപകളും നൽകി അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം സകലതും അടിയൻകായി ജീവൻ വെടിഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ദയവായി അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും.